കേരള സർക്കാരിൻ്റെ ജലബില്ലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലനയവും ഈ ഭാവിയിൽ കിണറുകൾക്ക് നികുതിയോ നിയന്ത്രണമോ ഒക്കെ വരാൻ സാധ്യതയുള്ള വകുപ്പുകളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പും നമ്മൾ പല വീഡിയോകളിൽ ഈ കിണർ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തിരുന്നല്ലേ. അപ്പം നിലവിൽ നമ്മുടെ സാധാരണ വീടുകളിലെ കിണറുകൾക്കൊന്നും നികുതിയില്ല അല്ലേ. പക്ഷേ പല നിയമപരമായ പഴുതുകളും പുതിയ നയങ്ങളുമൊക്കെ ഭാവിയിൽ ഇതിന് ഈ കിണർ നികുതിക്ക് വഴിവെച്ചേക്കാവുന്ന ഒരുപാട് സംഗതികൾ ഇതിലെല്ലാം ഈ ജലബില്ലിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ കിണർ നികുതി വരാനുള്ള 100% സാധ്യതയും ഇത്തരം കരട് നിയമത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 2002 കേരള ഭൂഗർഭ ജല നിയമമാണ് അതിലെ പ്രധാന വകുപ്പുകളാണ് ഇതിനൊക്കെ ആധാരമായിട്ട് വരുന്നത്. കേരള ഭൂഗർഭ ജല ആക്ട് 2002 ആധാരമായ പ്രധാന നിയമം. ഇതിലെ ചില വകുപ്പുകൾ നമുക്കൊന്ന് അല്ലേ പരിശോധിക്കാം. ഈ ജലക്ഷാമമുള്ള നോട്ടിഫൈഡ് പ്രദേശങ്ങളിൽ, പ്രത്യേകം പരിഗണിക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ കിണർ കുഴിക്കാനോ നിലവിലുള്ള കിണറിൽ മോട്ടോർ ഘടിപ്പിക്കാനോ ഒരു അതോറിറ്റിയുടെ അല്ലെങ്കിൽ ജല അതോറിറ്റിയുടെ അനുവാദം വാങ്ങണമെന്ന് ഈ വകുപ്പ് അനുശാസിക്കുന്നു. അപ്പോൾ അവിടെ തുടങ്ങുകയാണ് കാര്യങ്ങൾ. അതായത് ജലക്ഷാമമുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യണം, കിണർ പുതിയത് കുഴിക്കണമെങ്കിൽ, നിലവിലുള്ള കിണറിൽ മോട്ടോർ ഘടിപ്പിക്കണമെങ്കിൽ, അതായത് കുറച്ച് അധികം അളവിൽ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതോറിറ്റിയുടെ അനുവാദം വാങ്ങേണ്ടി വരും. എല്ലാ കിണർ ഉടമകളും തങ്ങളുടെ കിണറുകൾ ഈ ഒരു ജല അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമം കൂടി വരുന്നുണ്ട്. അപ്പം ആ തരത്തിൽ കുറച്ച് കടുകട്ടിയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് കാണാം. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ, എല്ലാ കിണർ ഉടമകളും ഈ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കൃത്യമായൊരു ഡാറ്റ ബാങ്ക് ഈ ഒരു അതോറിറ്റിക്ക് ലഭിക്കുന്നു, ഗവൺമെൻറ്റിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ജലം അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അത് നിയന്ത്രിക്കാനും സർക്കാരിന് അധികാരം നൽകുന്ന ഒരു വകുപ്പാണിത്. ശ്രദ്ധിക്കുക, എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് സാധാരണ ജനത്തിൻ്റെ മുകളിൽ അവരുടെ നികുതികളെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിർണായകമായ മാറ്റങ്ങളാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കേരളം ജല ഉപയോഗത്തിൽ പുതിയ നയം കൊണ്ടുവരുന്നതിലൂടെ സംഭവിക്കുന്നത്. ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കാൻ പുതിയ നയം ശുപാർശ ചെയ്യുന്നു. നിലവിലുള്ള സ്ഥിതി, അത് ഭൂമി വാങ്ങുന്നയാൾക്ക് അതിനടിയിലെ വെള്ളത്തിലും അവകാശമുണ്ടെന്ന ഒരു ഈസ്മെൻ്റ് ആക്ട്, നിലവിൽ അങ്ങനെയുള്ള ഒരു ധാരണയുടെ പുറത്ത് ഈ ഒരു ധാരണ തിരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നമ്മളുടെ ഭൂമിക്കടിയിലുള്ള വെള്ളം അല്ലാതാകുകയാണ് ഈ ഒരു ജല ബില്ലിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈസ്മെൻ്റ് ആക്ട് തിരുത്തപ്പെടുകയാണ്. ജലത്തിൻ്റെ അമിത ചൂഷണം തടയാൻ ഒരു ഉപകരണം എന്ന നിലയിൽ പ്രൈസിങ് അല്ലെങ്കിൽ ചെറിയ നിരക്കിൽ ഒരു സെസ് ഒക്കെ ഏർപ്പെടുത്തുന്നതിന് സർക്കാർ വളരെ ഈ നയരേഖയിൽ സർക്കാരിന് സൂചനകൾ ആയി ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതായത് ചെറിയ രൂപത്തിലാണെങ്കിലും നികുതി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ജലബില്ലിൻ്റെ കരട് രേഖയിൽ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കോടതികളുടെയും ഇടപെടലും ഇതിന് കാരണങ്ങളാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ മാത്രമല്ല, ചില ദേശീയ ഘടകങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂഗർഭ ജല ചൂഷണം തടയാത്ത പക്ഷം സംസ്ഥാനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രീൻ ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക്. ഇത് നടപ്പിലാക്കാനാണ് സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരുന്നത്. കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് വാണിജ്യ ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്നതിന് വലിയ തുക ജലസംരക്ഷണ ഫീസ് എന്ന നിലയിൽ നൽകേണ്ട ഒരു സ്ഥിതിയാണ് ഇതുവഴി സംജാതമാകുക. ഇത് ഭാവിയിൽ ഗാർഹിക ഉപഭോക്താക്കളിലേക്കും വ്യാപിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമപരമായ പഴുതുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ കിണറുകളിലെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകളിൽ മീറ്റർ വെക്കണമെന്ന നിർദ്ദേശം വന്നാൽ അത് ഉപയോഗത്തിനനുസരിച്ച് പണം ഈടാക്കുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് മാറും അല്ലേ.
ഇപ്പോൾ ബിൽഡിംഗ് ടാക്സിനൊപ്പം സെസ് എന്ന് പറയുന്ന പോലെ കിണർ ഉപയോഗിക്കുന്ന വീടുകളിൽ നിന്ന് വാർഷികമായി ഒരു നിശ്ചിത തുക ഗ്രൗണ്ട് വാട്ടർ സെസ്സായി ഈടാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന മാറ്റങ്ങളും വന്നേക്കാം. അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ കിണർ നിയമത്തിൽ അല്ലെങ്കിൽ ജലബില്ലിൽ നമുക്ക് കാണാനാവുക. കാരണം ഓരോ വർഷത്തിലും ബിൽഡിംഗ് ടാക്സ് 5% വെച്ച് കൂട്ടുന്ന ആ രീതി ഒക്കെയാണ്, അല്ലെങ്കിൽ പെട്രോളിയത്തിൽ അവർക്ക് തോന്നുന്ന പോലെ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് തോന്നുന്ന പോലുള്ള വർധനവ് വരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം. കാരണം വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ജനരോഷം ആളിക്കത്തും. ഈ ജലസ്രോതസ്സുകളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിലൂടെ ഭാവിയിൽ നിരക്ക് ഏർപ്പെടുത്താനുള്ള നിയമപരമായ അടിത്തറ സർക്കാർ ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അവരിതിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് സർക്കാരിനെ കൊണ്ട് ഇപ്പോൾ കേന്ദ്രതലത്തിലും കേരളത്തിലുമുള്ള പലരും ചോദിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിന് ഇതിൽ പങ്കില്ല, കേരളമാണ് ജലബില്ല് കൊണ്ടുവരുന്നതെന്നൊക്കെ. പക്ഷേ കേന്ദ്രത്തിൻ്റെ കടുത്ത മാനദണ്ഡങ്ങൾ, കേന്ദ്രം പുറപ്പെടുവിക്കുന്ന കടുത്ത മാനദണ്ഡങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോലും, വികസിത രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത കടുത്ത മാനദണ്ഡങ്ങളാണ് ഗ്രീൻ ട്രിബ്യൂണലിനെ ഉപയോഗിച്ചിട്ടൊക്കെ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്. കേരളം സർക്കാരുകളെ പോലുള്ള ഈ പറയുന്ന കടമെടുത്ത് നിത്യവൃത്തി ചെയ്യുന്ന ഇത്തരം സംസ്ഥാനങ്ങളിൽ പോലും. അല്ലാതെ നമ്മളൊന്നും സ്വയം പര്യാപ്തരല്ല. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന വ്യാവസായിക അടിത്തറയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വ്യാവസായികമായിട്ടുള്ള അടിത്തറയില്ല, തൊഴിൽപരമായിട്ടുള്ള അടിത്തറയില്ല. ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു നിയമം വരികയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്, പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ജനപ്രതിനിധികളിലൂടെ നമ്മൾ അതിനുള്ള കോപ്പ് കൂട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമമായിട്ട് കാര്യങ്ങൾ, അവർക്ക് വേണ്ടിയായിരിക്കണം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. അല്ലാതെ കുറച്ച് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ കൂട്ടത്തിന് അല്ലെങ്കിൽ കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി എല്ലാ ഭാരവും പേറുന്ന ആ ഒരു രീതിയൊന്നും കേരളത്തിലെ ജനം അനുവദിക്കുമെന്ന് കരുതാനാവില്ല. എന്തായാലും കിണർ നികുതി വരും കേട്ടോ, ശ്രദ്ധിച്ചോ.